പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. ആണ്ടൊന്ന് അനായാസമായി അവസാനിച്ചു. വസന്തകാലം വീണ്ടും സമാഗതമായി. കണ്ണും കരളും കവരത്തക്ക വിധം പ്രകൃതിദേവി പ്രകാശം പൊഴിച്ചു. മഹാരാജ ദശരഥൻ വസിഷ്ഠ ബ്രഹ്മഋഷിയെ യഥാവിധി പൂജിച്ച് ദണ്ഡ നമസ്കാരത്തോടെ ഇങ്ങനെ അഭ്യർത്ഥിച്ചു: ഭഗവാനെ, അശ്വമേധ മഹായജ്ഞത്തിലെ ബ്രഹ്മനായി എല്ലാ ചുമതലയും അവിടുന്ന് സ്വീകരിക്കണേ. ശിഷ്യനും സ്നേഹിതനുമായ നവവരന്റെ അഭീഷ്ടത്തെ അനുഗ്രഹമേകിക്കൊണ്ട് വസിഷ്ഠ ബ്രഹ്മഋഷി ഏറ്റു. യാഗകർമ്മം നിർവഹിക്കുവാൻ അധികാരികളും വിഘ്നരും വൃദ്ധരുമായ വിപ്രന്മാരെ വരുത്തി. സരയൂ നദിയുടെ ഉത്തരതീരത്തിൽ യജ്ഞശാല നിർമ്മിക്കുവാൻ കൂലിപ്പണിക്കാർ, ആശാരിമാർ, കൈവേലക്കാർ, ഭൂഖനനം ചെയ്യുന്നവർ, കൊത്തുവേലക്കാർ, നടന്മാർ, നർത്തകന്മാർ, ജ്യോത്സ്യന്മാർ, പണ്ഡിതന്മാർ എന്നിവരെ ഭാരം ഏൽപ്പിച്ചു. 1000 ഇഷ്ടികകൾ അതിവേഗത്തിൽ എത്തിക്കുവാൻ നിർദ്ദേശം ഏകി. ബ്രഹ്മഋഷി പൗരമുഖ്യന്മാരോട് രാജാക്കന്മാർ, ബ്രാഹ്മണന്മാർ, പൗരവരന്മാർ, നാടന്മാർ തുടങ്ങി എല്ലാവർക്കും അനുസൃതമായ പാർപ്പിടങ്ങൾ ഉണ്ടാക്കണം. എല്ലാ ജാതിക്കാരെയും സൽക്കരിച്ച് മൃഷ്ടാനപാനാദികൾ കൊടുക്കണം. യാഗത്തിന് അധ്വാനിക്കുന്നവർക്ക് വിശേഷിച്ചും സമ്മാനങ്ങൾ കൊടുത്ത് സംതൃപ്തരാക്കണം. യാതൊരു ന്യൂനതയും കൂടാതെ എല്ലാം ഭംഗിയാക്കുവാൻ എല്ലാവരും എല്ലായ്പ്പോഴും ഒരുങ്ങിയിരിക്കണം. അല്പമെങ്കിലും അവജ്ഞ ഒരാൾക്കും ഉണ്ടാകരുത്. കാമക്രോധാദികൾക്ക് അധീന ആകാതിരിക്കണം. സ്നേഹസമ്പൂർണ്ണ ഹൃദയത്തോടെയാകണം ഏതൊന്നും ചെയ്യുന്നത്. ഭഗവാൻ വസിഷ്ഠന്റെ അരുളപ്പാടു കേട്ട അവർ ഐക്യകണ്ഠേന ഉത്തരമേകി അവിടുന്ന് അരുളിയ പോലെ എല്ലാം നിർവഹിച്ചുകൊള്ളാം. സന്തുഷ്ടനായ മാമുനീന്ദ്രൻ സുമന്ത്ര മഹാമാത്യനെ വിളിച്ച് പ്രത്യേകം നിർദ്ദേശിച്ചു: സുമന്ത്രരെ, സർവ്വരാജാക്കന്മാരെയും ധാർമ്മികന്മാരായ ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നിവരെയും ക്ഷണിക്കണം. വിശിഷ്യ വേദവേദാംഗ പാരംഗതനായ രാജഋഷി ജനക മഹാരാജാവ്, ദശരഥന്റെ സുഹൃത്തും ഉഗ്രപരാക്രമിയുമായ കാശീരാജാവ്, ബന്ധുവായ കേകേയേശ്വരൻ, മിത്രവര്യനും കീർത്തിമാനുമായ രോമപാദഭൂപതി എന്നിവരെ അങ്ങ് നേരിട്ടു ചെന്ന് ക്ഷണിച്ചു കൊണ്ടുവരണം. കേകേയ മന്നവൻ പുത്രനൊന്നിച്ച് എത്തണം. സിന്ധു, സൗരവീരം, സൗരാഷ്ട്രം തുടങ്ങിയ രാജ്യങ്ങളിലെ നരപാലന്മാരെയും ചാർച്ചയും വേഴ്ചയുമുള്ള എല്ലാ അർജന്മാരെയും ആവുന്നത്ര വേഗത്തിൽ വരുത്തണം. ഗുരുവരന്റെ കൽപ്പന ശിരസാവഹിച്ച് സുമന്ത്രർ ശ്രേഷ്ഠ പുരുഷന്മാരെ ക്ഷണിക്കുവാൻ അതിനനുസരിച്ച യോഗ്യതയുള്ളവരെ പറഞ്ഞയച്ചു. താൻ തന്നെ നേരിട്ട് എത്തേണ്ട സ്ഥലത്തേക്ക് പുറപ്പെടുകയും ചെയ്തു. യാഗത്തിന് അവിടുന്ന് അരുളിയ പോലെ എല്ലാ ഏർപ്പാടുകളും പൂർത്തിയായി. ജോലിക്കാർ അമേയ ബുദ്ധിമാനായ ബ്രഹ്മഋഷി വസിഷ്ഠനെ സവിനയം അറിയിച്ചു: അവിനയത്തോടു കൂടിയോ വിനോദമട്ടിലോ ഒരാൾക്കും ഒന്നും കൊടുക്കരുത്. അങ്ങനെയായാൽ ദാനം ചെയ്യുന്ന ആൾക്കു തന്നെ നാശം സംഭവിക്കും, സംശയമില്ല. സന്തുഷ്ടനായ ഋഷീശ്വരൻ വീണ്ടും അവരെ ഓർമ്മപ്പെടുത്തി. അയോധ്യ നഗരിയിലെ രാജവീഥികൾ നിർമ്മലങ്ങളായി കഴിഞ്ഞു. നിമിഷം പ്രതി ജനത്തിരക്ക് വർദ്ധിച്ചു. ഏറ്റവും സന്തോഷങ്ങളോടുകൂടിയാണ് പൗരവരന്മാർ ആഗതന്മാരെ സ്വീകരിച്ചത്. അന്യനാടുകളിൽ നിന്ന് വന്ന ഏതൊരുവനും സ്വന്തം ഭവനത്തിൽ അല്ല താമസിക്കുന്നതെന്ന് തോന്നിയില്ല. നിന്ദയുടെ കണിക പോലും ഒരുവന്റെയും ഹൃദയത്തിൽ ഇല്ലാത്ത സന്തോഷസമേതരായിട്ടാണ് ഓരോന്നും ചെയ്തിരുന്നത്. സാനന്ദം വസിഷ്ഠ ബ്രഹ്മഋഷി മഹാരാജ ദശരഥനോട് അരുളി ചെയ്തു: നരപാല സിംഹമേ, അങ്ങയുടെ കൽപ്പന പ്രകാരം എല്ലാ രാജാക്കന്മാരും എത്തിക്കഴിഞ്ഞു. അവരവർക്കനുസരിച്ച സൽക്കാരങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. യജ്ഞത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. മനസ്സുകൊണ്ട് ഉദ്ദേശിച്ച എല്ലാവരെയും അതാതിടങ്ങളിൽ ശരിയാക്കിയിരിക്കുന്നു. യാഗശാല അടുത്താണ്. യഥാവിധി അശ്വമേധത്തിന് വന്നാലും. ബ്രഹ്മഋഷി വര്യനായ വസിഷ്ഠന്റെയും ഋഷ്യശൃംഗന്റെയും നിർദ്ദേശം അനുസരിച്ച് അയോധ്യാധിപൻ നല്ല നക്ഷത്രം നോക്കി മഹായജ്ഞത്തിന് ഒരുങ്ങി. ഋഷ്യശൃംഗമാമുനീന്ദ്രനെ മുൻനിർത്തി ബ്രാഹ്മണവര്യന്മാരോടൊന്നിച്ച് യാഗശാലയിലേക്ക് പ്രവേശിച്ച ദശരഥ ഭൂപരൻ ശാസ്ത്രത്തിൽ വിധിച്ചതുപോലെ പത്നീസമേതനായി ദീക്ഷ കൊണ്ടു. ഓരോന്നോരോന്നായി കർമ്മങ്ങൾ ചെയ്യുവാൻ വിധികർത്താക്കൾ തന്നെയായ മഹർഷീന്ദ്രന്മാർ ആരംഭിച്ചു. ആ വത്സരം അവസാനിച്ചു. അശ്വരത്നം മടങ്ങിയെത്തി. സരയൂ നദിയുടെ ഉത്തരതീരത്തിൽ യഥാവിധി നിർമ്മിച്ച യാഗശാലയിൽ ദ്വിജശ്രേഷ്ഠന്മാർ ഋഷ്യശൃംഗനെ പുരസ്കരിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്തു. മഹാനുഭാവനായ മഹീപാലകന്റെ മഹാധ്വരം വേദപാരംഗതരായ യാചകന്മാർ ന്യായം, ശാസ്ത്രം, വിധി എന്നിവയിൽ നിന്ന് അണുപോലും വ്യതിചലിക്കാതെ ആരംഭിച്ചു. ഒന്നാമതായി പ്രവർഗ്യവും ഉപസദവും ശാസ്ത്രത്തിൽ കണ്ടതുപോലെ ചെയ്തു.
ഒരു പക്ഷേ ശാസ്ത്രങ്ങൾ എഴുതിയത് തന്നെ ഇത് കണ്ടിട്ടാണെന്ന മട്ടിലാണ് ഭൂസുര വര്യന്മാർ ആരംഭിച്ചത്. പ്രഭാത സ്നാനം തുടങ്ങിയ കർമ്മങ്ങളെ മുനി പുങ്കവന്മാർ സന്തുഷ്ട ഹൃദയത്തോടെ ചെയ്തു കഴിഞ്ഞു. വിധിക്കനുസരിച്ച് ഐന്ദ്ര്യത്തെ നൽകി. ഉത്തമ സോമരസം പിഴിഞ്ഞുണ്ടാക്കി ക്രമമനുസരിച്ച് മധ്യാഹ്ന സേവനം നടത്തി. ശാസ്ത്രോക്ത കാര്യങ്ങളെ വിചിന്തനം ചെയ്ത് അന്തണന്മാർ മൂന്നാമത്തെ സ്നാനവും കഴിച്ചു. ഋഷ്യശൃംഗൻ മുതലായ മാമുനീന്ദ്രന്മാർ പഠിച്ച മന്ത്രങ്ങളെ കൊണ്ട് ഇന്ദ്രാദി ദേവന്മാരെ യഥാസ്ഥാനങ്ങളിൽ ആവാഹിച്ചു. മധുരവും സ്നിഗ്ധവുമായ അക്ഷരങ്ങളെ വ്യക്തമായി ഉച്ചരിച്ച സാമവേദ മന്ത്രങ്ങളാൽ ഹോമം തുടങ്ങി. ഹോമദ്രവ്യങ്ങൾക്കോ മന്ത്രങ്ങൾക്കോ കർമ്മങ്ങൾക്കോ അല്പം പോലും ന്യൂനത പറ്റിയില്ല. ഏതൊന്നും ക്ഷേമവൃദ്ധികരമായിട്ടാണ് കണ്ടത്. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.